നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വർഷം 1986 ഒക്ടോബർ. ഇടുക്കി ഹൈറേഞ്ചിൽ പച്ച പുതച്ചുറങ്ങിയ നാട് ഒരിക്കലും കരുതി കാണില്ല അതൊരു ദുരന്ത രാത്രിയാകുമെന്ന്. ഈ രാത്രിയുടെ ഇരുട്ടിൽ ഇവിടെ നടക്കാൻ പോകുന്നത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പോലീസ് നരയാട്ടാകുമെന്നും. പെണ്ണിന്റെ പേരല്ല, വെന്ത നാടിന്റെ പേരല്ലോ തങ്കമണി. കാക്കി കൂത്താടിയ തങ്കമണി. കട്ടപ്പന പട്ടണത്തിൽ നിന്നും വെറും 16 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഹൈറേഞ്ചിന്റെ മടിത്തട്ടിലെ ഒരു തനിനാടൻ ഗ്രാമം, കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ നടന്ന ഒരു ചോരക്കഥയാണ് ചരിത്രത്തിലെ തങ്കമണി സംഭവം. ഒരു സാധാരണ ബസ് തർക്കത്തിൽ തുടങ്ങി പോലീസ് നരയാട്ടിലൂടെ ഒരു ഭരണം തന്നെ മാറി മറിഞ്ഞ കഥ. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ, ചരിത്രത്തിൽ മായാത്ത ചോരപ്പാടുകൾ അവശേഷിപ്പിച്ച് കടന്നുപോയ ഒരു നാടിന്റെ ചോരമണം മാറാത്ത കഥ. തങ്കമണി വെറും കെട്ടുകഥയല്ല. 1987 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായാണ് തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ആദ്യ സിനിമ. റോയൽ ഫിലിംസിന്റെ ബാനറിൽ അച്ഛൻ കുഞ്ഞ് നിർമ്മിച്ച സിനിമയിൽ രതീഷ്, ഷാരി, ജനാർദ്ദനൻ, പ്രതാപ് ചന്ദ്രൻ, MG സോമൻ, കുണ്ടറ ജോണി തുടങ്ങിയവരായിരുന്നു താരനിരയിൽ. വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരിയും ഇർഫാൻ മീഡിയയുടെ ബാനറിൽ റാഫി മദരിയും ചേർന്ന് നിർമ്മിച്ച തങ്കമണി സംഭവം വീണ്ടും ഒരു സിനിമയാകുമ്പോൾ പുതിയ കാലത്തിന്റെ സാങ്കേതിക മികവും ദൃശ്യചാരുതയും ഒത്തിണങ്ങിയൊരു സൃഷ്ടിയായിരിക്കുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. 38 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു പോലീസ് നരയാട്ടം. കേരള ചരിത്രത്തിൽ ഏറെ ചർച്ചയായി മാറിയ ഒരു ബസ് തടയലും അതിനുശേഷമുണ്ടായ പോലീസിന്റെ അതിക്രൂരമായ ആക്രമണങ്ങളും ഭരണമാറ്റമുണ്ടാക്കിയ ഒരു ചരിത്രത്തിലെ താളു തന്നെയാണ് തങ്കമണി. 1986 ഒക്ടോബർ 21 തങ്കമണി സംഭവത്തിലേക്ക് നയിച്ച ബസ് തർക്കം നടന്നത്. ഇടുക്കിയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ സർവീസ് റോഡിനെ ചൊല്ലി തർക്കം നടന്നു. അന്ന് പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കിവിടാറുണ്ട്. എന്നാൽ തങ്കമണി വരെയുള്ള പണം വാങ്ങുകയും ചെയ്യും. യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ നിരവധി തവണ തർക്കങ്ങളും നടന്നിരുന്നു. ഇതിനിടയിലായിരുന്നു ഒരിക്കൽ ബസ് പാറമടയിൽ സർവീസ് നിർത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്തത്. ബസ് തങ്കമണി വരെ കൊണ്ടുപോകണമെന്നും ബസ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. തർക്കത്തിനിടെ കണ്ടക്ടർ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്യുകയും ബസ്സിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഈ സംഭവം അറിഞ്ഞ നാട്ടുകാരെ രോക്ഷ വിരമ്പി പിറ്റേന്ന് അവർ ബസ് പിടിച്ചെടുക്കുകയും ഭീഷണിപ്പെടുത്തി തങ്കമണിയിലേക്ക് സർവീസ് നടത്തിക്കുകയും ചെയ്തു. ഇതാണ് തങ്കമണി സംഭവത്തിന്റെ തുടക്കം. പിന്നീട് ആ നാട് കണ്ടത് ചോരക്കറയാൽ തീർത്ത മണ്ണും വെടിയൊച്ചകളാൽ മുഴുങ്ങിയ അന്തരീക്ഷവുമായിരുന്നു. രാത്രിക്ക് രാത്രി പോലീസും ബസ് ഉടമയും വന്ന് ആ നാടിനെ ചുട്ടെരിച്ചു കളഞ്ഞു. ആ കഥ നിയമ പോരാട്ടത്തിനും ഹർജികൾക്കും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉടൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്യുന്ന തങ്കമണി ദിലീപിന്റെ 148ാം ചിത്രമാണ്. 2 കാലഘട്ടത്തിലെ കഥ പറയുന്ന സിനിമയിൽ നരയേറിയ മുടിയും താടിയും ഒക്കെയായി ഇതുവരെ കാണാത്തൊരു വേഷപകർച്ചയിലാണ് ദിലീപ് എത്തുന്നത്. ചതഞ്ഞരിഞ്ഞും വെന്ത് വെണ്ണീറായും തീർന്ന ഒത്തിരി ജീവനുകൾ. ആ ജീവനുകൾക്ക് പകരം ചോദിക്കാൻ കാലങ്ങൾക്ക് ശേഷം ഒരാൾ വന്നാൽ എങ്ങനെയിരിക്കും എന്നതാണ് തങ്കമണി സിനിമയിൽ കണ്ണിൽ തീയും നെഞ്ചിൽ പകയുമായി വരുന്ന പോയ കാലത്തെ ക്രൂരതയ്ക്ക് കണക്ക് ചോദിക്കാൻ വരുന്ന നായകൻ.